ടി.എൻ. പ്രതാപനെതിരെ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്ത തൃശൂർ ഈസ്റ്റ് പോലീസ്. ഇവർക്കെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. നടരാജ് പരശുരാം വിവരങ്ങൾ നൽകും. നടരാജ്, പ്രതാപനെതിരെയുള്ള പോസ്റ്ററിൽ 2 പേർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ ഉള്ളടക്കം? ഒപ്പം ആർക്കെതിരെയൊക്കെയാണ് കേസെടുത്തത് എന്നുള്ള വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ജിൽസി, ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂർ നഗരത്തിൽ, പ്രത്യേകിച്ചും തൃശൂർ പ്രസ് ക്ലബ്ബ് പരിസരത്തും കെ കരുണാകരന്റെ വീടായ മുരളി മന്ദിരത്തിന്റെ പരിസരത്തിലും ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ടി.എൻ. പ്രതാപൻ ഒരു യൂദാസാണെന്നും കരുണാകരന്റെ കുടുംബത്തെ വേട്ടയാടുകയാണെന്നും പോസ്റ്ററുകളിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു. കെ മുരളീധരനെ തോൽപ്പിച്ചെന്നും പത്മജയെ തോൽപ്പിച്ച് BJP-യിലേക്ക് പോകുന്നതിന് കാരണമായി എന്നുമൊക്കെ തന്നെ പോസ്റ്ററിൽ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. നഗരമധ്യത്തിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് ഈ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. 2 യുവാക്കളാണ് ഈ പോസ്റ്ററുകൾ ഒട്ടിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇവരെ കോൺഗ്രസ് പ്രവർത്തകർക്കും മറ്റുമൊക്കെ തന്നെ കണ്ടാൽ അറിയുന്ന വ്യക്തികളാണ് ഇവരെന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. പക്ഷേ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ ഇവരുടെ പേരുകൾ പറയുന്നില്ല. കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കലാപത്തിനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, BNS 119 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അന്വേഷണം തുടരുകയാണ്. എന്തായാലും 4 ദിവസം മുമ്പാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. മണലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടിയാണ് ടി.എൻ. പ്രതാപൻ. ഈ ഒരു സാഹചര്യത്തിൽ പ്രതാപനെതിരെ പോസ്റ്റർ വന്നത് അദ്ദേഹത്തെ അവഹേളിക്കാനും അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കാനുമാണെന്ന് അദ്ദേഹം നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഇതിൽ FIR ഇട്ട് അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. ശരി, നടരാജ് പരശുരാമാണ് വിവരങ്ങൾ നൽകിയത്.